ജയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. കൂത്താട്ടുകുളം വെളിയന്നൂർ അരീക്കരയിൽ +1 വിദ്യാർത്ഥി സ്വന്തം പുരയിടത്തിൽ നട്ടുവളർത്തുന്നത് 25 ഇനം കപ്പകൾ. കപ്പ കൃഷിയിൽ വേറിട്ട വഴികളിൽ സഞ്ചരിക്കുകയാണ് യദു കൃഷ്ണ. കപ്പ കൃഷിയിൽ വേറിട്ട വഴികളിൽ സഞ്ചരിച്ച് സ്വന്തം പുരയിടത്തിൽ 25 ഇനം കപ്പകൾ നട്ടുവളർത്തിയിരിക്കുകയാണ് വെളിയന്നൂർ അരീക്കര സ്വദേശിയായ യദു കൃഷ്ണ. കുടുംബവുമൊത്തുള്ള വിനോദയാത്രയ്ക്കിടെ പാലായ്ക്ക് സമീപം ഹോട്ടലിൽ കയറി കപ്പ കഴിച്ചപ്പോഴാണ് രുചിവ്യത്യാസം തോന്നിയത്. ആമ്പക്കാടൻ ഇനത്തിൽപ്പെട്ട കപ്പയാണെന്നറിഞ്ഞതോടെയാണ് കപ്പകളിൽ വിവിധ ഇനങ്ങളുണ്ടെന്നും ഇതിന് വ്യത്യസ്തമായ രുചികളാണെന്നും അറിയുന്നത്. പിതാവ് വിനോദിന്റെ സഹായത്തോടെ കപ്പ ഇനങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തി എല്ലാത്തിൻ്റെയും തണ്ടുകൾ ശേഖരിച്ച് സ്വന്തം പുരയിടത്തിൽ നടുകയായിരുന്നു. പുതുതലമുറ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കാത്ത കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട യദു കൃഷ്ണ ഇത്രയേറെ മനോഹരമായി തൻ്റെ പഠനത്തോടൊപ്പം തന്നെ കൃഷി പ്രവർത്തനങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നു എന്നത് ഈ നാടിനേറെ അഭിമാനകരമാണ്. ആദ്യം 10 ചുവടാണ് നട്ടത്. പിന്നീട് കുടുംബവക പുരയിടത്തിലും അവിടെ നിന്ന് ബന്ധുവിന്റെ പുരയിടത്തിലുമായി നിലവിൽ 50 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. കപ്പ കൂടാതെ വാഴ, ചേന, ചേമ്പ്, ഇഞ്ചി എന്നീ കൃഷികളുമുണ്ട്. ബന്ധു ശ്രീല ശിവനാണ് സൗജന്യമായി സ്ഥലം കപ്പ നടുവാനായി നൽകിയത്. ഒരു കൗതുകത്തോടെ ആരംഭിച്ചതാണെങ്കിലും ഇന്നിത് ഒരു ഹരമായി എടുത്താണ് പോകുന്നത്. ഒരു ദിവസം 1 മണിക്കൂർ തോട്ടത്തിൽ ചെലവഴിക്കും. ക്ലാസ് ഉള്ളപ്പോൾ പലപ്പോഴും സാധിക്കാറില്ല. 2 വർഷത്തോളമായി കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട്. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ കപ്പ കൃഷിക്കാരനായ മുത്തോലി പഞ്ചായത്തിലുള്ള തോപ്പിൽ ഷൈബു തോമസ് ആണ് വേണ്ട സഹായം ചെയ്തു തന്നതെന്ന് യദു കൃഷ്ണ പറഞ്ഞു. എൻ്റെ അച്ഛൻ പണ്ട് മുതൽ കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയാണ് എനിക്ക് കൃഷിയിലോട്ട് താല്പര്യം വന്നത്. ഞാനിവിടെ 30 ഇനം കപ്പകൾ നടുന്നുണ്ട്. 60 സെൻറ്റിലാണ് നടുന്നത്. എനിക്ക് പലതരത്തിലുള്ള കപ്പകളുണ്ട്. അച്ഛനാണ് ഇതിലോട്ടുള്ള പ്രോത്സാഹനം തന്നത്. ഓരോ കപ്പ നട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ 25 ഇനത്തിലധികം മേളിൽ കപ്പകൾ നടുന്നുണ്ട്. സ്കൂളുള്ള ദിവസമാണെങ്കിൽ പരമാവധി സമയം വൈകുന്നേരമാണ് കപ്പത്തോട്ടത്തിൽ വരാറ്. വൈകുന്നേരം 1 മണിക്കൂറൊക്കെ കപ്പത്തോട്ടത്തിൽ ചെലവഴിക്കാറുണ്ട്. അവധി ദിവസങ്ങളിലാണെങ്കിൽ രാവിലെയും വരും, വൈകുന്നേരവും വരും. ആമ്പക്കാടൻ, സിലോൺ, രാമൻ, മലബാർ, കംബോഡിയൻ, ജർമ്മൻ, സ്പെയിൻ മരിയ, ഏത്തക്കപ്പ, മഞ്ഞക്കപ്പ, വല്ലഭൻ, ശ്രീസ്വർണ, ശ്രീരക്ഷ, ശ്രീ വിശാഖം, ശ്രീ ഉത്രാടം, കേരളശ്രീ, ചീനിക്കിഴങ്ങുകപ്പ, ഉണ്ടക്കപ്പ, വെള്ളായിനി ഹ്രസ്വ, കറുത്ത മിസ്റ്റർ, വെളുത്ത മിസ്റ്റർ, ചാലക്കുടി എന്നീ ഇനങ്ങളാണ് നിലവിൽ കൃഷി ചെയ്തിരിക്കുന്നത്. മറ്റ് പല മേഖലകളിലും കുട്ടികൾ മാറിപ്പോകുമ്പോൾ തിരിച്ച് ഈ മണ്ണിൽ പണിയെടുത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം നേടിയെടുക്കുക എന്നുള്ള ഒരു ആപ്തവാക്യത്തിലൂടെ സന്ദേശം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്യം നിന്ന് പോയ ഈ മരച്ചീനി അല്ലെങ്കിൽ കപ്പ നമ്മൾ പുനരുജ്ജീവിപ്പിച്ചത്. ഒരു കാലത്ത് വെളിയന്നൂരും ഉഴൂരും ഒക്കെ തിങ്ങി നിറഞ്ഞിരുന്ന ഒരു കാർഷിക വൃത്തിയും കൂടിയായിരുന്നു. പിന്നെ രുചികരമായ ജൈവവളം ചേർത്ത് രുചികരമായ വിഷമില്ലാത്ത നല്ല കപ്പ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. കേടില്ലാത്ത ഇനമാണ് വെച്ച് പിടിപ്പിച്ചത്. അപ്പോൾ അതിനോട് താല്പര്യം തോന്നി. പഠനത്തിനിടയ്ക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ കൃത്യമായിട്ട് വന്ന് അതിൻ്റെ മണ്ണെടുക്കുകയും കളപറിക്കുകയും അത്യാവശ്യം വളങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു. ഉഴവൂർ OLL ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് യദു. വിവിധ ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാരനായ പിതാവ് വിനോദും കവിയത്രി കൂടിയായ അമ്മ സുജിതയും അധ്യാപകരും കൂട്ടുകാരും യദുവിന് പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.